ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൺ ലാസ്റ്റ് വീക്ക് ക്ലീ ആസ്പിരൻസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായ 1 വീക്കിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വർക്ക് ഹാർഡ്, ഒന്നും തിങ്ക് ചെയ്യാനില്ല, വർക്ക് ഹാർഡ്. ഒരു കാര്യം മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. നമ്മളൊരു കാര്യം സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ, അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഡേ, ഇന്നല്ലെങ്കിൽ നാളൊരു ദിവസം അത് നമ്മുടെ അടുത്തേക്ക് എന്തായാലും വന്നെത്തും. സോ ഡോണ്ട് വെറീഡ് അബൌട്ട് ദി റിസൾട്ട്. നിങ്ങളുടെ റിസൾട്ടിനെ പറ്റി വെറീഡ് ആവണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാവും, അല്ലെങ്കിൽ ആ എക്സാം ഡേ എങ്ങനെയാവും എന്നതിനെ പറ്റി ഒന്നും വെറി ചെയ്യണ്ട. ഒരു 7 ദിവസമുണ്ട്. ആ 7 ദിവസം കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ ആ 8ാമത്തെ ദിവസം നിങ്ങളുടെ ഓക്കെ ആയിരിക്കും. ഒരു മാസം കഴിഞ്ഞ് വരുന്ന റിസൾട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിരിക്കും. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും ഈക്വലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഇല്ലേ? നിങ്ങളെല്ലാവരും സ്കിൽഫുൾ ആണ്, നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ളവർ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, നമുക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കും, നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ്, ഇല്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു മാത്താണത്, ഇല്ലേ? നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ, നമ്മുടെ സ്കിൽസും നമ്മുടെ ബുദ്ധിയും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സക്സസ് വരും. അല്ലെങ്കിൽ നമ്മൾ നില്ലായി നിൽക്കും. ഓക്കെ, നമുക്ക് ഒരു കാര്യം ആലോചിക്കുക. ദിസ് വേൾഡ്, ഈ ലോകം എന്ന് പറയുന്നത് വെല്ലുവിളി ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ലോകം, ഇല്ലേ? നമ്മളിപ്പോൾ ഒളിമ്പിക്സിന്റെ കാലമാണ്. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ജാവലിൻ ത്രോ, ഇല്ലേ? ജാവലിൻ ത്രോയിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ നീരജ് ചോപ്ര എന്ത് ചെയ്തു? മത്സരിച്ചു. പക്ഷെ നീരജ് ചോപ്രയ്ക്ക് സിൽവർ മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ മനുഷ്യന്റെ ഗ്രേറ്റ്നെസ് ആലോചിച്ച് നോക്ക്. രാത്രി 1:30 ഇത്രയും കോടി ജനങ്ങളെ ടിവിയുടെ മുന്നിലിരുത്തി ഒരാള് ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ നേടിയപ്പോൾ പോലും നമ്മൾ നിരാശരാണ്. അപ്പൊ ആ ആളുടെ ഒരു ഗ്രേറ്റ്നെസ് ആലോചിച്ച് നോക്കും. നമ്മൾ അയാളിൽ നിന്ന് ഗോൾഡ് അല്ലാണ്ട് കുറഞ്ഞൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ അവിടെ ചരിത്രം കുറിച്ചത് വേറൊരു വ്യക്തിയാണ്, ഇല്ലേ? പാകിസ്ഥാനിൽ നിന്ന്, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, ഇല്ലേ? വളരെ ദരിദ്രമായൊരു കുടുംബത്തിൽ നിന്ന് ഒരു പയ്യൻ, അർഷദ്, ഇല്ലേ? ട്രെയിൻ ചെയ്യാൻ പോലും പൈസയില്ല. ഏറെ പൈസ ചെലവുള്ള ഒരു ഈവന്റ് ആണ് ജാവലിൻ ത്രോ. അങ്ങനെ ഒരു സ്പോർട്സിന് ഇടത്തര കുടുംബം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ താഴെയുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് അല്ലറ ചില്ലറ ചെറിയ സ്പോൺസർഷിപ്പ് ഒക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് അവസാനം ഒളിമ്പിക് ഈവന്റിൽ എത്തി ഫൈനലില് ജാവലിൻ എറിഞ്ഞ് സ്വർണം അടിച്ചു, ഇല്ലേ? എന്തൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കി. ആ വ്യക്തി തരുന്ന നമുക്കൊരു മെസ്സേജ് എന്താണ്, ഇല്ലേ? ഈ നമ്മുടെ അർഷദിന് വേണമെങ്കിൽ തിങ്ക് ചെയ്യാം, അയ്യോ ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്, എനിക്കിതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അങ്ങനെ വിചാരിച്ചിരുന്ന നമ്മുടെ അർഷദ് എന്ത് ചെയ്യും? ഗോൾഡ് അടിക്കോ? ഇല്ല, ഒരിക്കലും അടിക്കില്ല. അപ്പോൾ ഈ ലോകം എന്താണ്? ഈ ലോകം വെല്ലുവിളി ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാണ്, ഈ ലോകം വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഗൈസ്, വർക്ക് ഹാർഡ്, ഡെഫിനറ്റ്ലി സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ വർഷം തന്നെ നിങ്ങൾ എല്ലാവരും ഗവൺമെന്റ് മെറിറ്റിൽ തന്നെ കയറി പഠിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തിരിക്കും, ഒരു കുറവില്ലാണ്ട് ചെയ്തിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഡെയിലി ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ക്യൂസും നടത്തുന്നുണ്ട്. അതുപോലെ വേണ്ട ഡയറക്ഷൻസ് എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതൊന്ന് ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആഡ് ചെയ്യാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് സൈറ്റിൽ വന്ന അപ്ഡേറ്റ്സ്, അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എടുത്ത് നോക്കണം, ഇല്ലേ? നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നോക്കാം. അപ്പൊ എന്ന് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യണം. ഇന്നലെ കുറേ പേർക്ക് മെമോ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ മെമോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് നിങ്ങളുടെ SMS ആയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ എൻട്രൻസ് കമ്മീഷണർ ഞാൻ പിന്നീട് ക്ലാരിഫൈ ചെയ്തു, അത് തെറ്റായിട്ട് അയച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ മെമോ? മെമോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ട്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ലേ? ആ സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, എന്തെങ്കിലും ഡിഫക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ മെമോ ആയിട്ട് വന്ന് കിടക്കും. ഓക്കെ, ആ മെമോ തുറന്നു നോക്കിയാൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ത് ഇഷ്യൂ ആണെന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരും ഡെയിലി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്തെങ്കിലും മെമോ വന്ന് കിടക്കുന്നുണ്ടോ നോക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. ഇനി എല്ലാവർക്കും മെമോ വരുമോ? ഇല്ല, എല്ലാവർക്കും മെമോ വരില്ല. പ്രശ്നമുള്ളവർക്ക്, അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്ക് മാത്രമേ മെമോ വരുള്ളൂ. നിങ്ങൾക്കാർക്കും മെമോ എല്ലാ സാർ എനിക്ക് മെമോ വന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അപ്ലിക്കേഷൻ ശരിയായിട്ടുള്ള തോന്നുന്നു, അങ്ങനെയൊന്നുമില്ല.
പ്രശ്നമുള്ളവർക്ക് മാത്രമേ മെമോ വരുള്ളൂ. അങ്ങനെ മെമോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല, ഒരു ഡിഫക്റ്റും ഇല്ല. ഓക്കെ, അപ്പോൾ മെമോ വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ ഇന്നലെ സൈറ്റിൽ വന്ന അപ്ഡേഷൻ ആണ്, നമ്മുടെ 11-ാം തീയതി രാത്രിക്കുള്ളിൽ നമ്മുടെ ഫോട്ടോയും സൈനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നമ്മുടെ ഫോട്ടോയും സൈനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അത് അപ്ലോഡ് ചെയ്താലാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, 12-ാം തീയതി മുതൽ നമ്മുടെ സൈറ്റിൽ നമ്മുടെ ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിലായിരിക്കും നമ്മൾ ഏത് എക്സാമിനേഷൻ സെന്ററിലാണ് പരീക്ഷ എഴുതേണ്ടതെന്ന് കൃത്യമായിട്ടുണ്ടാവും അതിൽ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളവിടെ സെന്ററിൽ എത്തേണ്ട സമയവും കാര്യങ്ങളും എല്ലാം ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തു, അതിൻ്റെ എന്തൊക്കെ റെഗുലേഷൻസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എല്ലാം നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും. മിക്കതും എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും പരീക്ഷ നടക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ മിക്കതും എഞ്ചിനീയറിംഗ് കോളേജിലാണ് അവർ എന്ത് ചെയ്യുക? എക്സാംസ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ എക്സാമിന് പോകുന്ന ആ ദിനം വരെ എന്താ പറയുക, വേറെ തോട്ട്സ് ഒന്നും വേണ്ട, നമ്മൾ അവസാന ലാപ്പിലാണ്. ഓക്കെ, നമ്മൾ എങ്ങനെ തുടങ്ങി എന്നല്ല നമ്മൾ മാറ്റർ ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ ഈ സ്റ്റഡി പീരീഡ് അവസാനിപ്പിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ വിജയം. ഓക്കെ, അപ്പോൾ ഈ 7 days കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം, അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നെ കൊണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞുതരും, എന്നെ കൊണ്ട് അറിയാത്തതാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്.